ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം തേങ്ങാപ്പണ്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് സ്നാക്സിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സ്നാക്സിൻ്റെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞിക്കൽത്തപ്പത്തിനൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതാ നമ്മുടെ തേങ്ങാപ്പണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ റെഡിയായി വരുന്ന സമയത്ത് ഒന്നുകൂടെ കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് അടികട്ടിയുള്ള നല്ലൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗീ ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ 2-3 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാട് സമയമൊന്നും ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ ഒരു തേങ്ങയുടെ കളറ് ചെറുതായിട്ട് ചേഞ്ചായി ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ, കാരണം പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങാപ്പണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കണ്ണൂക്കാർ കോഴിവട അല്ലെങ്കിൽ മധുരമുള്ള സ്നാക്സൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കാനൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞിക്കൽത്തപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാറില്ലേ, അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനും ഇത് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞിക്കൽത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. ഒരുപാട് നല്ല നല്ല റിവ്യൂസും വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ട് നോക്കാം. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ പോയി കണ്ട് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസോ അല്ലെങ്കിൽ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.